അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യത്തീമിന്റെ പ്രായം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും എപ്പോഴാണ്, ഏത് വരെയാണെന്നാണ്. യത്തീം എന്ന സ്ഥാനം പ്രായപൂർത്തിയാവുന്നത് വരെയാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രായപൂർത്തിയാകാൻ പല കാരണങ്ങളും ഉണ്ട്. സ്ഖലനം ഉണ്ടാവുക, ഹൈദ് ഉണ്ടാവുക, 15 വയസ്സ് പൂർത്തിയാവുക. ഇതിലേതുണ്ടായാലും പ്രായപൂർത്തിയാവും. ആ പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് യത്തീം എന്ന സ്ഥാനം ഉണ്ടാവുക. പ്രായപൂർത്തിയായാൽ പിന്നെ യത്തീം എന്ന സ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ യത്തീമിന് കൊടുക്കാൻ നേർച്ചയാക്കിയത് ഈ പ്രായപൂർത്തി ആയതിനു ശേഷമുള്ള ആൾക്ക് കൊടുക്കാനും പറ്റൂല. ഇപ്പൊ യത്തീം കുട്ടികളുടെ കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൈസ ഒക്കെ പിരിക്കും. പക്ഷെ ആ പിരിക്കുന്നിടത്ത് ഇങ്ങനെ യത്തീമിന് കൊടുക്കാൻ നേർച്ചയാക്കിയതാണെങ്കിൽ അതിൽ കൊടുത്താൽ വീടൂല. ഈ കുട്ടി അംഗവൈകല്യമായിട്ട് വീട്ടിലിരിക്കുകയാണ്, വാപ്പയൊക്കെ മരിച്ചുപോയി. നമുക്കവിടെ അത്രേ പറയാനുള്ളൂ. പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ യത്തീം എന്ന സ്ഥാനം പോയി. അപ്പൊ യത്തീമിന് കൊടുക്കാൻ എന്ന പേരിൽ നമ്മൾ വാങ്ങിയതോ അല്ലെങ്കിൽ നേർച്ചയാക്കിയതോ ഒക്കെ ആയിട്ടുള്ളത് അത് അവർക്ക് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായോ? നേർച്ചയാക്കിയതാണെങ്കിൽ നേർച്ച വീടൂല. അതേ സമയത്ത് അവർ വിഷമിക്കുന്നവരാണ്, സാധുക്കളാണ്. സാധുക്കളെ സഹായിക്കാൻ എന്ന നിലക്ക് ഉള്ള ഫണ്ട് വാങ്ങാം, പിരിക്കാം, അതവർക്ക് തുടങ്ങിയത് വാങ്ങാൻ അവർക്ക് അർഹതല്ല. ഓക്കെ, അതാ പറഞ്ഞു. പ്രായപൂർത്തിയാകുന്നതിനോടുകൂടെ യത്തീം എന്ന സ്ഥാനം കഴിഞ്ഞു. അത് അംഗവൈകല്യം ഉണ്ടായാലും ശരി, ഉണ്ടായില്ലെങ്കിലും ശരി. ഓക്കെ, അസ്സലാമു അലൈക്കും.